ഹലോ നമസ്കാരം, എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് IPL ടീമിൻ്റെ പേര് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പതിയെ ക്രിക്കറ്റ് ലോകം IPLൻ്റെ ആ ഒരു ചൂടിലേക്ക് മാറി തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ കളിക്കുന്ന താരങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള യുവതാരങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ ടീമുകളുടെ ക്യാമ്പിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മിക്ക IPL ടീമുകളും ഇതിനോടൊപ്പം തന്നെ തങ്ങളുടെ പ്രിപ്പറേഷൻസും ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ടീമുകൾ ഈ ഒരാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോട് കൂടി തന്നെ ആ ഒരു ഫൈനൽ പ്രിപ്പറേഷൻസിലേക്കും ക്യാമ്പിലേക്കുമൊക്കെ കടക്കും. അപ്പോൾ കൂടുതൽ IPL വാർത്തകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ വന്നിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ്. മാർച്ച് 3 ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ മാർച്ച് 22 ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അതിനാൽ തന്നെ ഇന്ന് മുതൽ തങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പ് അവർ ആരംഭിച്ചിട്ടുണ്ട്. താരങ്ങളെല്ലാം അവരുടെ ക്യാമ്പിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുമുണ്ട്. മഹേന്ദ്ര സിംഗ് ധോണി, ചെന്നൈയുടെ നായകൻ, ഈ ഒരു ആഴ്ചയോടുകൂടി അവരുടെ ക്യാമ്പിലേക്ക് എത്തും. അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ടുള്ള ഋതുരാജ് ഗേക്വാദ്, അതോടൊപ്പം തന്നെ ദീപക് ചഹാർ തുടങ്ങിയ സീനിയർ താരങ്ങളും ചെന്നൈയുടെ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. രഞ്ജി ട്രോഫി മത്സരം കളിച്ചുകൊണ്ടിരിക്കുന്ന ഷാർദുൽ താക്കൂർ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല. നിലവിൽ മുംബൈക്ക് വേണ്ടി അദ്ദേഹം രഞ്ജി ട്രോഫി മത്സരം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടെതിരെ രഞ്ജി ട്രോഫി മത്സരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാർദുൽ താക്കൂർ. ഋതുരാജ് ഗേക്വാദ്, അതോടൊപ്പം തന്നെ ദീപക് ചഹാർ, ഷെയ്ഖ് റഷീദ് തുടങ്ങിയ താരങ്ങളൊക്കെ ചെന്നൈയുടെ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരം കളിക്കാനുള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അവരുടെ ഫൈനൽ പ്രിപ്പറേഷൻസ് എല്ലാം വളരെ തകൃതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ ധോണി ഈ ഒരാഴ്ചയോടുകൂടി തന്നെ അവരുടെ ക്യാമ്പിലേക്ക് എത്തും. ചെന്നൈയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂർ പുറത്തു വന്നത്. ഷാർദുൽ താക്കൂറിൻ്റെ മിന്നുന്ന ഒരു ഫോം തന്നെയായിരുന്നു അത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ തമിഴ്നാടിനെതിരെ മുംബൈക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരം തൻ്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു. 8ാം വിക്കറ്റിലായിരുന്നു താരത്തിൻ്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി തമിഴ്നാടിനെതിരെ കുറിച്ചിട്ടുള്ളത്. ചെന്നൈയെ സംബന്ധിച്ച് വളരെ ഒരു ആശ്വാസം അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് തന്നെയാണ്. കാരണം ഷാർദുൽ താക്കൂറിൻ്റെ ഒരു മികച്ച ഫോം, അവരുടെ ക്യാമ്പും ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. 6ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ കൂടുതൽ പവറായി തന്നെ തുടരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.